നമ്മൾ പാടത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒന്നുകിൽ ഇവിടെ നിന്ന് തട്ടിത്തടഞ്ഞ് വീണ് ചിലപ്പോൾ നേരിട്ട് പാടത്തേക്ക് എത്താം, അതല്ലെങ്കിൽ നടന്നിട്ട് തന്നെ എത്താം കേട്ടോ. കാരണം ഭയങ്കര സ്ലിപ്പാവുന്ന സ്ഥലമാണ്. സ്ഥിരം പോകുന്ന സ്ഥലമാണെങ്കിലും ഇങ്ങനെ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സ്പോട്ടിൽ അങ്ങോട്ട് എത്തും, അതിലെ കുറച്ച് താമസിച്ചെത്തും. എന്തായാലും എത്തും, താമസിക്കാതെ എത്തും. നോക്കിയും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പാലും വെള്ളത്തിൽ കിട്ടും. അപ്പം അതുകൊണ്ട് പയ്യെ 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 നമുക്ക് നാട് കാണാം. കുറച്ച് നാളായി പാടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ നല്ല മഴയുണ്ടെങ്കിലും വെള്ളം അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സാധാരണ ഇവിടങ്ങളിലൊക്കെ നല്ല നിറച്ച് വെള്ളം കയറിയിട്ട് അങ്ങ് ആ കോൺക്രീറ്റിൻ്റെ ഒരു തിട്ട് കാണില്ലേ, അവിടെ വരെ വെള്ളം കയറി നിൽക്കുന്നതാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷെ ഇത്തവണ പാടമൊക്കെ നിറഞ്ഞ് കവിയാറുണ്ട്. പക്ഷെ ഇത്തവണ എന്തോ അങ്ങനെ അങ്ങോട്ട് വലിയ രീതിയിൽ പാടത്തെ വെള്ളമൊന്നും നിറഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഇച്ചിരിയൊക്കെ ആയിട്ടേ വെള്ളം നിറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഇന്നും ഒരു ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട്. ഇന്ന് കുരങ്ങന്മാരുടെ തേരോട്ടമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ, കാരണം ഇച്ചിരി വെയിൽ കണ്ടാൽ അപ്പം കുരങ്ങന്മാർ ഡാൻസ് കളിക്കാൻ വരും. അപ്പം നമ്മൾ വെറുതെ ഒന്ന് പാടം കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കേട്ടോ. കാടൊക്കെ ആണെങ്കിലും അത്യാവശ്യം കാണാനും കാഴ്ചയ്ക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടമൊക്കെ പൂട്ടി നെല്ല് ഇപ്പം ഞാറൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ ആൾക്കാർ ഞാറിടാൻ വേണ്ടി വരും. അപ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ കൊയ്ത്തും മെതിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിലും ഭംഗിയായിരിക്കും. അങ്ങ് ദൂരെ കണ്ടോ, അതോ അവിടെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയായ കാരണം വെള്ളം കയറിയിട്ട് ആ കൃഷിയെല്ലാം നശിച്ചു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്നുകൊണ്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.